ഇപ്പോൾ ഈ അംഗനവാടിയിലെ 3.5 വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിനിരയായ വിഷയത്തിൽ ആ അധ്യാപികയ്ക്ക് പ്രതിയുടെ അമ്മയ്ക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം, ഒരു പരിശോധനയൊക്കെ നടന്നിരുന്നല്ലോ. അപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. സത്യം ആ സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അംഗൻവാടിയിൽ കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതരെന്ന് നമ്മൾ കരുതുന്ന ഇടത്ത് പുറത്തുനിന്ന് ആൾ, ഇപ്പം പിന്നെ ജീവനക്കാരുടെ കുടുംബാംഗങ്ങളായാലും പുറത്തുനിന്ന് ആളുകൾ കയറിയത് അങ്ങേയറ്റം ആശങ്കാജനകമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം എല്ലാ അംഗൻവാടികളും ഇത് സംബന്ധിച്ച് സാഹചര്യങ്ങൾ സംബന്ധിച്ചും പുറത്തുനിന്ന് ആളെ കയറ്റാതിരിക്കാനുള്ള റിപ്പോർട്ട് തേടി അത് കുറച്ചുകൂടി കോംപ്രിഹെൻസീവായിട്ട് റിപ്പോർട്ട് ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നോക്കി ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിയിട്ടില്ല. എത്തിയാലുടൻ മറ്റ് കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കും. മാനദണ്ഡങ്ങളും മറ്റ് നടപടിക്രമങ്ങൾ കൂടി സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ ഉണ്ടാവും. അതെ, തീർച്ചയായും ഈ കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള, അതിന് മുമ്പുള്ളത് കാര്യങ്ങളുണ്ട്, അതിന് ശേഷമുള്ള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് സമഗ്രമായൊരു നടപടിക്രമങ്ങൾ ഉണ്ടാകും.